ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങൾ ദേവയാനിയും മനസ്സിലാക്കുകയാണ് കേട്ടോ. ദേവയാനി ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നയനയും ആദർശവും ഒക്കെ. പക്ഷേ ആദർശിൻ്റെ ഭാഗത്ത് തെറ്റാണെന്നുള്ള ഒരു ചിന്തയിലാണ് ദേവയാനി മുന്നോട്ട് പോകുന്നത്. കാരണം നയനയോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ ദേവയാനിക്ക്. ആദർശ് നയനയെ വഞ്ചിക്കുകയാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ദേവയാനിയുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്. എന്നാൽ അഭിയുടെ വായിൽ നിന്ന് തന്നെ അഭി തന്നെയാണ് കുറ്റക്കാരനെന്ന് മനസ്സിലാക്കുകയാണ് ദേവയാനി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനിയോട് നയന പറയുന്നുണ്ട്, അമ്മേ ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത്? ആദ്യം ആദർശേട്ടൻ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നതാ. പിന്നെ ഇക്കാര്യങ്ങളെല്ലാം എന്നോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ദേവയാനി പറയണം, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കില്ല. എല്ലാവരും കൂടി അവനെ രക്ഷിക്കാൻ നോക്കണ്ട. ആ കുഞ്ഞിനെ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആദർശ് തന്നെയായിരിക്കും. ഇനി അഭിയുടെ കുട്ടിയാണെങ്കിൽ പോലും അച്ഛൻ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അഭിയെ ഇങ്ങനെ വിലസാൻ വിടുകയില്ല. അപ്പം തന്നെ തക്കതായ ശിക്ഷ കൊടുത്തേനെ. ഇതിപ്പം അച്ഛൻ ആദർശിനെ സംരക്ഷിക്കുന്നതാ. അതുപോലെ നീ അവൻ്റെ ഭാര്യയല്ലേ. അവൻ്റെ തെറ്റ് കാണുമ്പം ചൂണ്ടിക്കാണിക്കേണ്ടത് നീയല്ലേ. നീയും അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നാലോ എന്നൊക്കെ ദേവയാനി ചോദിക്കാം. അപ്പം നയന പറയുന്നുണ്ട്, ഞാനൊന്നും ഇനി അമ്മയോട് പറയുന്നില്ല. ആദർശേട്ടനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ തറവാട്ടിലെ ഏതോ ഒരു കൊച്ചുമോനാണെന്ന് മാത്രമേ അനഘ പറഞ്ഞിട്ടുള്ളൂ. അത് ആദർശേട്ടനാണെന്നോ അഭിയാണെന്നോ അനിയാണെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് തെളിയുന്നത് വരെ ആദർശേട്ടൻ്റെ മേലിൽ കുറ്റം ആരോപിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുക കേട്ടോ. പക്ഷേ ദേവയാനി അതൊന്നും വിശ്വസിക്കുന്നില്ല. ദേവയാനി ചെന്നിട്ട് ജയനുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് ജയനോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്നിട്ട് നിങ്ങൾ മകനെ ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവാണോ? അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? നമ്മൾ എന്ത് പ്രതീക്ഷയോട് കൂടിയാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്? എപ്പോഴും അഭിയെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദർശ ഒരു കാര്യത്തിലും തെറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിച്ചു. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, അവന് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയുണ്ടെന്ന്. എങ്ങനെ ഞാനിത് സഹിക്കും? എനിക്ക് അവനെ അംഗീകരിക്കാനേ പറ്റുന്നില്ല. നയനെ കൂടി അവൻ ചതിക്കുകയല്ലായിരുന്നോ? ഇത്രയും നാളായി നയനെ ആദർശം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പോലും അവൻ്റെ വായിൽ നിന്ന് ഇത് വന്ന് വീണില്ല. ദൈവമായിട്ടല്ലേ ഇത് മുന്നിൽ കൊണ്ടുവന്നത്. അപ്പോൾ ജയന് പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. താൻ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ആദർശ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടില്ല. അഥവാ അവൻ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ നയനയെ വഞ്ചിക്കാനോ കൂടെ ജീവിക്കാനോ ഒന്നും അവൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊന്നും തൻ്റെ മോനെ അവിശ്വസിക്കരുത് എന്നൊക്കെ ജയനും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആകെ മൊത്തത്തിൽ അവിടെ പ്രശ്നമായി ഇരിക്കുകയാണ്. അതേസമയം അഭിയാണെങ്കിൽ പാടെ വെപ്രാണം പിടിച്ചിങ്ങനെ നടക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അഭിക്ക് അറിയില്ല കേട്ടോ. അഭിയുടെ വിചാരം ഇത് എന്തായാലും ആദർശിൻ്റെ തലയിലായി. അതുകൊണ്ട് തന്നെ ഇപ്പം ദേവയാനി കൂടി വിശ്വസിച്ച സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും ആദർശിൻ്റെ തലയിലേക്ക് തന്നെ കെട്ടിവെക്കാം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ അഭിയും നടക്കുന്നത്. അഭി പകുതി ജയിച്ചെന്നുള്ള ഭാവത്തിൽ വീണ്ടും പോയി അനഘയെ കാണുകയാണ്. എന്നിട്ട് അനഘയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്കൊരു മാറ്റം? എന്തെങ്കിലും കയ്യോ കാലോ ഒക്കെ അനങ്ങാൻ തുടങ്ങിയോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ നീ പിന്നെ ജീവനോടെ ഇരിക്കില്ല മോളെ. ഈ കിടപ്പ് കിടന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് പോകാം, ഇല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ നീ തീരും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അഥവാ നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായി നീ മുന്നിൽ സംസാരിക്കാനോ വല്ലതും തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം മുത്തശ്ശനോടോ ആദർശിനോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നിൻ്റെ കുഞ്ഞു പോലും കാണില്ലെന്ന് നീ ഓർത്തോണം. കുഞ്ഞിനെ ഞാനേ അങ്ങ് തീർക്കും എന്ന് പറയാണ്. അപ്പോൾ അനഘയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ട് അനഘ അവിടെ ഇന്ന് കരയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അതേസമയം ഗോവിന്ദനും കനകയൊക്കെ ആകെ ഒരു വിഷമത്തിൽ തന്നെയാണ്. എന്തായിരിക്കും പ്രശ്നം അവിടെ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുന്നില്ല. ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നുമില്ല. അപ്പോൾ കനക പറയുന്നുണ്ട് ഗോവിന്ദനോട്, ഇനിയിപ്പം നവ്യ അങ്ങോട്ട് പോകാറായില്ലേ, നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ ആവാറായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അടുത്ത് തന്നെ നവ്യെ അങ്ങോട്ട് പറഞ്ഞു വിടണം. അവിടെ വിട്ട് കഴിഞ്ഞ് നൂലുകെട്ട് അവിടെ വച്ച് തന്നെ നടത്താമെന്നാണ് മൂർത്തി സാറ് പറയുന്നത്. അങ്ങനെ തന്നെ മതി കാര്യങ്ങൾ എന്നൊക്കെ തീരുമാനിക്കുകയാണ്.
അങ്ങനെ നവ്യ കുഞ്ഞിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്ന സമയമൊക്കെ ആയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നയനയും ആദർശും അറിയുന്നുണ്ട് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട്. കിരണിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്ന ആ സാമ്പിളുകൾ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിരൺ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള വിവരം അവരെല്ലാം അറിയാണ്, ആദർശും നയനെ അറിയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയനയോട്, ഇപ്പം തനിക്ക് എന്നെ വിശ്വാസമായില്ലേ, അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ. അവൻ എന്നാലും ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഇത്രയ്ക്കൊരു മോശ സ്വഭാവമായിരുന്നു അവൻ്റെ കയ്യിൽ. അവന് പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിലും ഇത്രയും ക്രൂരത അവൻ്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നിട്ടും സ്വന്തം കുഞ്ഞിനെ മുന്നിൽ നിർത്തി അതെൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ അവൻ എന്തെല്ലാം ചെയ്തു. അവനെ സമ്മതിക്കണം എന്നൊക്കെ ആദർശ് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, എനിക്ക് ആദർശേട്ടനെ ഒരു വിശ്വാസക്കുറവുമില്ലായിരുന്നു. പിന്നെ ആദർശേട്ടൻ്റെ മനസ്സിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈ DNA ടെസ്റ്റിനൊക്കെ ഞാനങ്ങ് സമ്മതിച്ചത്. എന്തായാലും സത്യം തെളിഞ്ഞു, അതിൻ്റെ സയൻറ്റിഫിക് പ്രൂഫും നമുക്ക് കിട്ടിയല്ലോ എന്ന് പറയാം. അപ്പോൾ കിരണും പറയുന്നുണ്ട്, അതെ സത്യം തെളിഞ്ഞു. ഇനി ആ കുഞ്ഞ് ആരുടെയാണെന്നുള്ള കാര്യത്തിൻ്റെ സംശയമുണ്ട്. അഭി ഇനി ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ പോവോ, ഉപദ്രവിക്കുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ തെളിവ് അവിടെ നിരത്തണം എന്ന് പറയാണ്. ഒരിക്കലും ചന്തുമോളെ ഉപദ്രവിക്കാൻ സമ്മതിക്കരുത്. അഭിയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് അവൻ ആ കുഞ്ഞിനെ കൂടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കിരണും. അങ്ങനെ ആദർശവും നയനയും കൂടി ഈ റിസൾട്ടും ഈ രഹസ്യങ്ങളും ഒക്കെ മനസ്സിൽ വെച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ നവ്യ പ്രസവം കഴിഞ്ഞിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ നവ്യ തിരിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. നവ്യ കുഞ്ഞുമൊക്കെ ആയിട്ട് അഭി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നയന ഓടിച്ചെല്ലുന്നുണ്ട്. നയന ഓടിച്ചെന്ന് നവ്യയോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നവ്യേച്ചി വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ കുഞ്ഞിനെയും കൊണ്ട് ചേച്ചി വരുന്ന കാര്യം ആലോചിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ എടുക്കുകയും പിടിക്കുകയും എല്ലാവരും ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അബിക്കാണെങ്കിൽ ആകെ മൊത്തം കള്ളത്തരമാണല്ലോ. അബിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നയനയ്ക്ക് നല്ല ദേഷ്യമാണ്. നയനയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഇവൻ ഇത്ര ദുഷ്ടനാണല്ലോ, എൻ്റെ ചേച്ചിയെ കൂടി ഇവനിങ്ങനെ പറ്റിച്ചിരിക്കുകയാണല്ലോ. പാവം ചേച്ചി ഒന്നും അറിഞ്ഞില്ല, അതേ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയായി തീരും. വാ, അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്നറിഞ്ഞാൽ ചേച്ചിക്ക് ഒരുപാട് വിഷമാവും. പക്ഷേ ഇതും അധിക നാൾ മറച്ചു വെക്കാനും പറ്റില്ല. കാരണം അബി അങ്ങനെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ആദർശേൻ്റെ തലയിൽ, ഒന്നും അറിയാത്ത ആദർശേൻ്റെ തലയിൽ എല്ലാം ചാർത്തി വെച്ചിട്ട് അവൻ അങ്ങനെ ഞെളിഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നവ്യേച്ചി എല്ലാം സഹിക്കാൻ ചേച്ചിക്കൊരു ധൈര്യം കൊടുക്കട്ടെ ദൈവം എന്നൊക്കെ വിചാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നയന ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ആദർശിന് പക്ഷേ നല്ല ദേഷ്യമാണ് അബിയോട്. ചന്തുമോളോട് ആദർശിനപ്പം നല്ല സ്നേഹമൊക്കെയാണ് കേട്ടോ. എന്നിട്ടും നമ്മുടെ ദേവയാനി ഇതൊന്നും അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കില്ല. അബിയുടെ കുഞ്ഞല്ല. അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ അച്ഛൻ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനേ തയ്യാറാവില്ല. ഇതിപ്പം ആദർശിൻ്റെ കുഞ്ഞായിരിക്കും. എത്രയൊക്കെ അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്താലും അവൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു വെച്ചാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം നയന മോളോട് അവൻ ചെയ്യുന്ന ഒരു ചതി തന്നെയാണ്. ആ ചതി അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ദേവയാനി വിചാരിക്കുക. ദേവയാനി അങ്ങനെ ആദർശമായിട്ട് ഒരു അകൽച്ചയൊക്കെയാണ് കേട്ടോ. ആദർശാണെങ്കിൽ പല പ്രാവശ്യവും ദേവയാനിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദേവയാനി സമ്മതിക്കുന്നേ ഇല്ല, ദേവയാനി അടുക്കുന്നേ ഇല്ല. അതുപോലെ ചന്തുമോളോട് ഒരു അകൽച്ചയൊക്കെ കാണിക്കുകയാണ് ദേവയാനി. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ അനഘയെ കാണാനായിട്ട് ചന്തുമോളുമായിട്ട് പോവുകയാണ് നമ്മുടെ നയന. അങ്ങനെ ചന്തുമോളെ അനഘയുടെ മുൻപിൽ കൊണ്ട് നിർത്തി കഴിയുമ്പം അവിടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് നയന, എങ്ങനെയുണ്ട് ഇപ്പം അനഘയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, പഴയതിലൊക്കെ എന്തോ ഒരു ചെറിയ മാറ്റം പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി എപ്പോഴും കരച്ചിലാണ്, അത് ഈ കുഞ്ഞിനെ ഓർത്തിട്ടുള്ള കരച്ചിലാണെന്ന് പറയുക. അപ്പോൾ നയന അനഘയോട് പറയുന്നുണ്ട്, അനഘ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, മോളെ ഓർത്ത് കരയൊന്നും വേണ്ട. മോൾ അനന്തപുരി തറവാട്ടിലാണ് ഉള്ളത്, മുത്തശ്ശനാണ് മോളെ ഏറ്റെടുത്തത്. അതുകൊണ്ട് മോൾക്ക് ഒരു കാര്യത്തിനും പേടിക്കേണ്ടി വരില്ല. പിന്നെ കുഞ്ഞിനെ ഞങ്ങളെല്ലാം സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്.
എന്നിട്ട് പിന്നെ നയന പറയാണ്, പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിലുള്ളൂ സംശയമുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. ഒരു DNA ടെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അബിയാണെന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത് അനഘയുടെ വായിൽ നിന്ന് വീഴാത്തിടത്തോളം കാലം അബി അവിടെ സുരക്ഷിതനായിട്ടിരിക്കുകയാണ്. ആ ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാവരെയും കാണിക്കാൻ സമയമാകുമ്പം കാണിക്കാമെന്ന് വെച്ചാൽ, കാരണം അബിയുടെ ഭാര്യ എൻ്റെ ചേച്ചിയാണ്. ചേച്ചി വിഷമിക്കുന്ന കാണാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ അനഘയോട് പറയണം. എന്നിട്ട് അനഘയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനഘയ്ക്ക് പറ്റിയത്, ഈ ചതിയൻ്റെ വലയിൽ എങ്ങനെ അനഘ വന്ന് പെട്ടു എന്നൊക്കെ ചോദിക്കുമ്പം അനഘ നയനയെ കൈയൊക്കെ ഇങ്ങനെ ഒന്ന് അനക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞിനെ ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നയനയ്ക്ക് സന്തോഷമാവും, അത്ഭുതം തോന്നുവാണ്. അങ്ങനെ അലമാരിയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ആ അലമാരിയിൽ ഒരു ഡയറി ഇരിപ്പുണ്ട്. നയന പോയിട്ട് അതൊക്കെ എടുത്ത് വായിച്ച് നോക്കുമ്പം എല്ലാ കഥകളും വ്യക്തമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അനഘ. കാരണം എന്താണെന്ന് വെച്ചാൽ അബിയുമായിട്ട് പരിചയപ്പെട്ട കാലം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം, കുഞ്ഞുണ്ടായതും കുഞ്ഞിനെ ഇപ്പോൾ ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അബി ചെയ്ത കാര്യങ്ങളും എല്ലാം അനഘ അതിലെഴുതി വെച്ചിരിക്കുക. പിന്നെ അനഘയും അബിയും കൂടിയുള്ള കുറേ ഫോട്ടോസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പം നയനയ്ക്ക് സന്തോഷമാവുക. കാരണം ഇത് വായിക്കുമ്പോൾ നയന പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു തെളിവ് കിട്ടിയല്ലോ, ഇത് അമ്മയുടെ മുൻപിലെങ്കിലും കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അമ്മ ആദർശേട്ടനെ ഇങ്ങനെ വെറുക്കാതിരിക്കുമല്ലോ എന്നൊക്കെ നയന വിചാരിക്കുകയാണ്. എന്നിട്ട് അനഘയോട് പറയുന്നുണ്ട്, അനഘയെ ഞാനിതെടുക്കുകയാണ്, ഇതൊരു പ്രൂഫായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. കാര്യം DNA ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അബി അവിടെയും എതിർക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു രേഖയുള്ളത് എല്ലാവരുടെയും മുമ്പിൽ ഇത് കാണിക്കാനും കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണെന്ന് കാണിക്കാനും ഒക്കെ ഇതൊരാവശ്യമാണ്. അതുകൊണ്ട് ഞാനിതെടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ നയനെ ആ ഡയറിയൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ദേവയാനി പിന്നെയും ആകെപ്പാടെ കലിപ്പി തന്നെയാണ്. അതേസമയം അബിക്ക് ആകെപ്പാടെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക. എങ്ങനെയെങ്കിലും അനഘയെ കൂടി കൊല്ലണം എന്നുള്ള ചിന്തയാണ് കേട്ടോ. അനഘ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ കൊച്ച് അവിടെ അങ്ങ് വളർന്നോളും. ആ കൊച്ചിൻ്റെ പിതൃത്വമൊക്കെ നമുക്ക് ആദർശിൻ്റെ തലയിലേക്ക് വച്ചു കൊടുക്കാമെന്നൊക്കെ ഗുണ്ടകളോട് പറയുന്നൊക്കെയുണ്ട്. അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുകയാണ് ചെയ്യുന്നത് അബി. അതേസമയം നൂലുകെട്ടൊക്കെ വരികയാണ് കേട്ടോ. നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങൊക്കെ അനന്തപുരിയിൽ നടക്കുകയാണ്. വളരെ ഗംഭീരമായ ചടങ്ങുകളാണ് നടക്കുന്നത് കേട്ടോ. ആ സമയത്തും നയനയുടെ മനസ്സിൽ ആകെ മൊത്തം ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ചേച്ചി സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കണം. അങ്ങനെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നയന. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ആദർശയായിട്ട് നല്ല ചന്തുമോളുടെ അച്ഛൻ, അത് അമ്മ വിശ്വസിക്കണം എന്ന് പറയുക. അപ്പോഴും ദേവയാനി അതിന് തയ്യാറാവുന്നില്ല. പക്ഷേ നൂലുകെട്ടിനൊക്കെ മുമ്പായിട്ട് അബി എങ്ങനെയെങ്കിലും അനഘയെ തീർക്കാനും കുഞ്ഞിൻ്റെ പിതൃത്വം ആദർശിൻ്റെ തലയിൽ കെട്ടിവെക്കാനും ഒക്കെ നോക്കുകയാണ്. അങ്ങനെ അബിയാണെങ്കിൽ ആ ഗുണ്ടകളെ വിളിക്കുകയാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും അബിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗുണ്ടകളെ അവരെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് അബി. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആദർശിൻ്റെ കയ്യിൽ നിന്ന് ഇനി പണം കിട്ടുന്ന കാര്യത്തിലൊക്കെ സംശയമാണ്. കാരണം മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ നയനയ്ക്കും ഒക്കെ അറിയാം അവൻ്റെ കുഞ്ചാണെന്ന്. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും അത് അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവൻ കൈവിട്ട് കളിക്കില്ല. അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും പറ്റില്ല. പിന്നെ കുഞ്ഞിൻ്റെ പിതൃത്വം അവൻ്റെ തലയിൽ വെച്ച് അവനെ തരം താഴ്ത്താനേ പറ്റുള്ളൂ. അവൻ്റെ ഭാര്യയ്ക്ക് അവനെ സന്തോഷവും സമ്മതവുമാണ് എല്ലാ കാര്യത്തിലും. പക്ഷെ അവൻ്റെ അമ്മ ഇപ്പം ഏകദേശം അവനെ വെറുത്ത മട്ടാണ്. ഇനിയിപ്പം ബാക്കിയുള്ളവരെ കൊണ്ടും അവനെ നല്ലതെന്ന് പറയിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കളിക്കുന്നത്. ആ കൊച്ച് എൻ്റേതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അനഘ അത് പറയാതിരിക്കാൻ ഞാൻ അന്നേ അവളെ തീർത്തതാ. അല്ലെങ്കിൽ അവൾ അത് മുത്തശ്ശനോട് പറഞ്ഞേനെ. ആ കറക്റ്റ് സമയത്ത് നിങ്ങളത് ചെയ്തതുകൊണ്ടാണ് അവൾ ഇന്ന് ഈ കിടപ്പ് കിടക്കുന്നത്. അല്ലെങ്കിൽ അനന്തപുരിയിലെ കൊച്ചുമോനാണെന്ന് പറയാനും പേര് പറയാനും തുടങ്ങിയപ്പോൾ വാ പൊത്തിപ്പിടിച്ച് അവളെ കഴുത്ത് ഞെരിച്ച് ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളല്ലേ. അതിനുള്ള ഉപകാരം നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യത്തിലും സാറിൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്, അതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അതിനെന്താ, അതിൻ്റെ പ്രയോജനം നിങ്ങൾക്കുണ്ടാവും. ഇനി നിങ്ങളൊരു ചെറിയ കാര്യം കൂടെ ചെയ്താൽ മതി. ഇത്രയൊക്കെ ചെയ്ത് അനഘ മരിച്ചു എന്ന് വരെ ആയതാണ്. പിന്നെ അവൾ എണീറ്റ് വന്നതേ ഇപ്പം ഇങ്ങനെ ഈ അവസ്ഥയിൽ അവൾ ഒരുപാട് കാലം കിടന്നാൽ നമുക്ക് തന്നെ അത് പ്രശ്നമാവും.
അവളെ വീട്ടിൽ കൊണ്ട് കിടത്തി നോക്കുന്നത് ആദർശം മുത്തശ്ശനും ഒക്കെയാ. അവൾക്ക് നല്ല പരിചരണം കിട്ടുമ്പം അവളെങ്ങാനും സംസാരിക്കാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. എൻ്റെ കൊച്ചാണ് അതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഈ പരിസരത്ത് അടുപ്പിക്കില്ല ആ മുത്തശ്ശൻ. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ വരും. ആദർശാണെങ്കിൽ എല്ലാത്തിൻ്റെ അധികാരിയായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല. അതിനിപ്പം ചെയ്യാനൊന്നേ ഉള്ളൂ, അനഘ അവിടെ നിന്ന് എണീക്കരുത്, അവളുടെ ജീവൻ പോണം എന്ന് പറയാണ്. അപ്പോൾ അവന്മാർ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, അവളെ തീർക്കാൻ നിസ്സാരമല്ലേ? ആ വീട്ടിൽ പതുങ്ങി നിന്ന് അവളെ ഒന്ന് തലേണ എടുത്തൊന്ന് ശ്വാസം മുട്ടിച്ചാൽ മതി. ജീവസ്റ്റവായിട്ട് കിടക്കുന്ന അവളുടെ ജീവൻ പോകാൻ എത്ര നേരം വേണം? അപ്പോൾ അഭി പറയാണ്, അതെ, അത് നിങ്ങൾ ചെയ്യണം, ഉടനെ തന്നെ ചെയ്യണം. എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങാണ് നാളെ. അനന്തപുരിയിൽ ഒരുപാട് ആളുകൾ വരികയും വിശേഷങ്ങളായിട്ട് ചടങ്ങ് നടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ആ അനഘയെന്ന് പറയുന്നവളെ അങ്ങ് തീർക്കണം എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി ശരിക്കും പറഞ്ഞാൽ അവ ഈ ഫോൺ വിളിക്കുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ദേവയാനിക്ക് കാര്യം പിടികിട്ടുന്നത്. അവനാണ് കള്ളൻ, അവനാണ് ഇതെല്ലാം ഒപ്പിച്ച് വച്ചിരിക്കുന്നത് എന്ന് ദേവയാനിക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ഇവൻ ഇത്രയധികം ദുഷ്ടനാണല്ലോ. ആ പിഞ്ചു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പിതൃത്വം ആദർശിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ, പാവം അനഘയെ, ഈ അവസ്ഥയിലാക്കിയത് ഇവനാണല്ലോ. അന്ന് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോയ കുട്ടിയെ അവൻ്റെ ഗുണ്ടകളല്ലേ ഇങ്ങനെ മരണത്തിനിടയാക്കി കൊണ്ടിട്ടിരിക്കുന്നത്. ഇപ്പം അത് പാവം ജീവസ്റ്റാവായിട്ട് കിടക്കാണ്. എന്നിട്ട് പോലും അവന് പേടിയാണ് അവളെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലോ എന്നോർത്ത്. അതുകൊണ്ടല്ലേ അവൻ ആ കുഞ്ഞിനെ, അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത്. എൻ്റെ ആദർശം മോനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നയനെ പല പ്രാവശ്യം പറഞ്ഞതാണ് ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അവൾക്കുള്ള ആ വിശ്വാസം പോലും എനിക്ക് ആദർശനോട് ഇല്ലാതായി പോയല്ലോ. ആയിരിക്കുമെന്നുള്ള കാര്യം ഇതിലും വിശ്വസിക്കാൻ എനിക്ക് പറ്റാതെ വന്നല്ലോ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നയനയോട് ചെന്ന് പറയുന്നുണ്ട്, നയനെ, അവനാണ് ഇതെല്ലാം ചെയ്ത് അനഘയെ ഈ അവസ്ഥയിലാക്കിയതും അവൻ തന്നെയാണ്. അതുപോലെ ഇനിയും അനഘയെ കൊല്ലാനായിട്ട് അവൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. നാളെ തന്നെ അത് ചെയ്യാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു കാരണവശാലും നടക്കരുത്, ആ കുട്ടിക്ക് ഒരു ആപത്ത് സംഭവിക്കരുതെന്നൊക്കെ നയനയോട് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല, ആ കുട്ടിക്ക് ആപത്ത് സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ്. അതുപോലെ തന്നെ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കിപ്പോൾ ബോധ്യമായല്ലോ. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ. പിന്നെ ആ കാര്യം ഇവിടെ വ്യക്തമാക്കാതിരുന്നത് ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ അറിഞ്ഞ് അതൊരു വിഷയമാണ്ടെന്നും, പ്രത്യേകിച്ച് നവ്യേച്ചി കുഞ്ഞിനെയും കൊണ്ട് വരികയും കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടക്കുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ അബിയെക്കുറിച്ച് ഇങ്ങനൊരു കാര്യം പറയുമ്പം നവ്യേച്ചിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. അതൊക്കെ ഓർത്തിട്ടാണ് ഞങ്ങളിത് മറച്ചു വെച്ചത്. അമ്മയെങ്കിലും ആദർശേട്ടനെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, എനിക്കെല്ലാം മനസ്സിലായി നയനെ, ഇനിയെങ്കിലും അബിയെ വെറുതെ വിടരുത്. ആ പെൺകുട്ടിയെ കൂടി കൊല്ലാൻ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് ഞാൻ അനുവദിക്കില്ലെന്ന് പറയാം. അങ്ങനെ അനഘയെ കൊല്ലാനായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ അബിയുടെ ഗുണ്ടകൾ. അതിൽ നിന്നൊക്കെ നമ്മുടെ നയന അവിടെ ചെന്ന് രക്ഷിക്കുന്നൊക്കെ ഉണ്ട്, രക്ഷിച്ചെടുക്കുകയൊക്കെ ചെയ്യുക. ആ സമയത്ത് ഇവിടെ നൂലുകെട്ട് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂലുകെട്ട് ചടങ്ങൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിലും അതിനൊക്കെ ശേഷം ഈ സത്യങ്ങളൊക്കെ നയന വിളിച്ച് പറയുന്നുണ്ട്. അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം നയനെ അവിടെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നവ്യ അതിനെ എതിർക്കുകയാണ്. നവ്യ പറയുന്നുണ്ട്, വെറുതെ നയനെ പറയരുത്, അബി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, അവൻ പല പ്രാവശ്യം എന്നോട് പറഞ്ഞ് അവൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പം നയന കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാണ് കേട്ടോ. ഇങ്ങനെ അനഘയെ കൊല്ലാൻ ശ്രമിച്ച കാര്യവും അനഘയുടെ ഡയറിയിലേക്ക് വിവരങ്ങളും അതുപോലെ തന്നെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും എല്ലാം പറയുകയാണ് അവിടെ. അപ്പോഴേക്കും ആ ചടങ്ങിനിടെ തന്നെ ഈ നൂലുകെട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നവ്യ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. നവ്യ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നവ്യ അബിയുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് പറയാം, നീ ഇത്രയും ദുഷ്ടനാണല്ലോടാ, നീ മനുഷ്യകുലത്തിൽ തന്നെ പെട്ടതാണോ? നീ ഒരുപാട് പെണ്ണുങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നെയും നീ വഞ്ചിക്കുകയായിരുന്നു, പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. എന്നിട്ട് ഇതുപോലൊരു കുഞ്ഞ് നിനക്കുണ്ടായിട്ട് ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനോ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ നിനക്ക് പറ്റിയോ? ആ പെൺകുട്ടിയെ കൊല്ലാനല്ലേ നീ നോക്കിയത്? അതുപോലെ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ട്
ഇട്ടിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദശേട്ടനാണെന്ന് പറയാൻ നിനക്ക് നാണമില്ലേടാ എന്നൊക്കെ ചോദിക്കുകയാണ് അബിയോട്. അങ്ങനെ അബിയുടെ കളത്തിന് സകലതും പൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ജലജ അവിടെ കളിക്കുന്നുണ്ട്. ഇതറിഞ്ഞു കഴിയുമ്പം ഇനി അച്ഛനെങ്ങാനും ഇറക്കി വിടുവോ എന്ന് ഓർത്തിട്ട് ജലജ പറയുന്നുണ്ട് അബിയോട്, നീ ഇറങ്ങിപ്പോടാ എൻ്റെ മുന്നിൽ നിന്ന്, എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോകരുത്, എനിക്ക് നിന്നെപ്പോലൊരു മകൻ ഇല്ല, ഇനി എനിക്കിങ്ങനെ ഒരു മകൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജലജയും നൈസായിട്ട് അബിയെ തള്ളി വിടുന്നുണ്ട് കേട്ടോ. കാരണം അനന്തപുരിയിൽ നിന്ന് പോകാതിരിക്കണ്ടേ, അവിടെ കളിക്കുന്ന കളിയാണ് അതൊക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്